എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കാണാൻ എന്തു ഭംഗിയില്ലാത്ത അറിയിക്കാം. ഹലോ ഗൈസ്, MS ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ ഡയമണ്ട് ആർമർ ഫുൾ സെറ്റ് ഓഫ് എൻചാൻറ്റഡ് ഡയമണ്ട് ആകുമ്പോഴായെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനൊരു ഫാം ഉണ്ടാക്കി. ഇത് തന്നെ മൈനിങ് ഏരിയയാണ്. ഞാനൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി ഓഫ് ക്യാമറ ഇരുന്ന്. അതിൽ നിന്ന് വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ഇതെല്ലാം. ഇനി മൈനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഡയമണ്ട് കിട്ടി. അത് മേളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ സ്പീഡ് കണ്ടോ ഫുള്ള്. ഈ ബെസ്റ്റ് എൻജോയ്മെൻറ്റ് ഓഫ് ആൾ. ഫുഡ് ഇച്ചിരി കുറവാണ്. മറ്റേ ഗോൾഡൻ ക്യാരറ്റ് മേടിക്കണം. നമ്മൾ ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ ഇന്ന് നെതറി കയറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ പിടിച്ചത്. അല്ലെങ്കിൽ ഇത് ഞാൻ ഓഫ് ക്യാമറ ചെയ്തതാണ്. ഞാൻ ഒരു യൂട്യൂബറാണ്. ഞാൻ ഇനി നെതറി കയറിയിട്ട് കയറാൻ പോവുകയാണ്. മര പോയില്ല. നെതറി കയറാനുള്ള സാധനങ്ങൾ നമുക്കിനിയിപ്പോൾ എടുക്കാം. ഒരു അയൺ ഫോമൊക്കെ ഞാൻ ഉണ്ടാക്കി. ഒരു ബീഡർ ഉണ്ടാക്കി. ഇന്നലെ ബീഡർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു അയൺ ഫോം. ഇന്നലെ ഈ 2 കോഴികൾ വലുതായ. ഇന്നലെ 3 കോഴികൾ, 2 കൊച്ചു കോഴികൾ, ഒരു തള്ള ഉണ്ടായിരുന്നല്ലോ. ഒരു കൊച്ചിനെ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കില്ല. കൊച്ചു വന്ന് ഇടയ്ക്ക് വെക്കില്ല. വാളും കൊണ്ട് ഒറ്റ വീശ് കത്തിത്തെറിച്ച്. ഇയാളുടെ ഏതോ ഒരാളുടെ അനിയനായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് മറ്റേ ഒന്ന് മാറിയിരിക്കുമോ കോഴി, അല്ലെങ്കിൽ നിനക്കും വിട്ടുള്ളൂ. വിട്ടുകൊണ്ടില്ല പാതി. നമുക്കൊരു ഇതും എടുത്തിട്ട് നമുക്ക് നെതറിലോട്ട് അങ്ങ് കയറാം. നെതറിലോട്ട് അങ്ങ് ചലിക്കാം. ഇതെല്ലാം ഞാൻ മറ്റേ ഇതിൽ നിന്ന് എൻ്റെ ഇൻവെർട്ടർ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ലിഞ്ച സ്റ്റീൽ ഉണ്ടാക്കണം. ഇൻവെർട്ടർ സോർട്ടിങ് എന്തൊരു പാടാണ്. ഒരു ഇതും നമുക്ക് ഉണ്ടാകണം. എന്ത് പിന്നെ സോർട്ടർ ഫ്ലിൻറ്റ് ഇല്ലയോ? ചേടാ, ഇനി പോയി ഫ്ലിൻറ്റ് ഒപ്പിക്കണം. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു മറ്റേ അതും ഉണ്ടാക്കണം. മറ്റേ എന്ത് തന്നെ എല്ലാ സംഭവം വെക്കണം. ഇതെൻ്റെ പോണ്ടാണ്. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു. ഇതെടുത്തുകൊണ്ട് പോയി കരയിൽ പോയി നമുക്ക് ഫ്ലിൻറ്റ് ഒട്ടിക്കാം. ഫ്ലിൻറ്റ് എൻ്റെ കാണണമല്ലോ. എൻ്റെ കുറേ ഫ്ലിൻറ്റ് ഉണ്ടായിരുന്നു. മറ്റേ താരം മൈനിങ് ചെയ്തപ്പോൾ ഗ്രാവിൽ ഒട്ടിച്ചത് ഞാൻ ഇതൊരു പെറ്റി കൊണ്ട് വെച്ച് മറന്നിരിക്കുക. അങ്ങനെ ഫ്ലിൻറ്റ് അച്ചയിലാണ്. ഇനി നമുക്ക് ഒരു നെതറിലോട്ട് അങ്ങ് കയറാം. അതായത് എൻ്റെ മൈനിങ് ഏരിയയുടെ സൈഡിൽ കൂടെ നമുക്ക് മൈനിങ് ഏരിയയുടെ അകത്ത് തന്നെ ഇന്ന് നമുക്ക് നെതർ പോർട്ടൽ സെറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ മൈനിങ് ഏരിയ. നമുക്ക് ഇവിടെ ഇങ്ങനെ ആയിട്ട് ചെറിയൊരു നെതർ പോർട്ടൽ സെറ്റ് ചെയ്യാം. ഇത് വലുതല്ല, ചെറുതൊരെണ്ണമാണ്. നിങ്ങൾ ഇപ്പരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് വേറൊരു നെതർ പോർട്ടൽ നമ്മൾ ഉറപ്പായിട്ടും ഉണ്ടാക്കും. ഇത്രയും മതിയില്ലേ? അല്ല, ഒരു ബ്ലോക്കും കൂടെ മേളോട്ട് വയ്ക്കാം. ചിലപ്പോൾ അറിയാതെ സ്ലിപ്പായി പോയാലോ. എഫിഷ്യൻസി കൂടിയ വിക്കാസായിപ്പോയി. അല്ല, ഷവലായിപ്പോയി. നമുക്ക് പോയി പോർട്ടൽ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ അടുത്ത് ഞാൻ ഒരു പോർട്ടൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയി കയറണം. സെറ്റ് ചെയ്തില്ല, അവിടത്തേക്കെല്ലാം അടിച്ച് കുളിച്ചാൽ കഴിക്കത്തുണ്ട്. നമ്മുടെ നെതർ പോർട്ടൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെതറിലോട്ട് കയറി നോക്കാം എവിടെ പോയി സ്പോണാവുന്നു. ഈ വഴിയാകുമ്പോൾ ഇത്രയും കുഴപ്പമില്ല. ബസാൾട്ടില്ലല്ലോ. പിഗ്ലിങ്സ് ഉണ്ട്. പിഗ്ലിങ്സ് ഉണ്ട്. യു ആർ ഡെഡ്. നീ എന്നെ അടുത്ത് ഇത് കൊടുന്നോടാ. എന്നെ അടിക്കുന്നോടാ. എന്നെ കയറി ചൊറിയാൻ വന്നിരിക്കുന്നു. നമുക്ക് ഈ ഗോൾഡെല്ലാം മൈൻഡ് ചെയ്യാം.
ഗോൾഡെല്ലാം കിട്ടി. ഇനി നമുക്ക് പോയിട്ട് ഇടയ്ക്കൊന്ന് ചുറ്റി തിരിയണം. നല്ല സ്ഥലമാണ്. എല്ലാവരും വേറെ പണി നാശം. ഒരു ഗോൾഡ് ഹെൽമെറ്റ് ഉണ്ടാക്കിയത് ഇനി എത്ര പേരേ ഇത്. എൻ്റെ പൊന്നോ അതിനകത്ത് ഓരോരോ ആൾക്കാരെ വെച്ചിരിക്കുമ്പോൾ എത്ര പേര് എൻ്റെ ബാക്കിൽ ഇരിക്കുന്നു. ബാക്കിൽ ആരും ഇരിക്കുന്നു. അവിടെ ഇരുന്ന് അവൻ സോഡ് നോക്കുന്നില്ല. കുടകളോ എല്ലാവരെയും അടിച്ച്. എത്ര പേരുണ്ടായിരുന്നു, എത്ര അമ്മ ഇവിടെ ഉള്ളു. ഇനി നമുക്ക് പോവേണ്ട കൊച്ചു പിഗ്ലിങ് മഴ പിടിക്കുമോ? അതാണ് പുതിയ അപ്ഡേറ്റ് വന്ന കൊച്ചു പിഗ്ലിങ് എത്തി കേട്ടോ. ഇമാർക്ക് പ്രാന്തിളകി. എനിക്കോ കാണിക്കുന്നു. കൊച്ചു പിഗ്ലിങ് ട്രേഡ് ചെയ്യുന്നു. ട്രേഡ് ചെയ്യടാ മര്യാദയ്ക്ക്. ഇനി നമുക്ക് പോയി ഇവൻ ശാന്തനാണോന്ന്. ഇനി നമുക്ക് പോയി അതെന്തോ സോൾട്ട് സാൻഡ് വാലിയാണ്. ഇനി നമുക്ക് -93 പോകാം. -93 ഇങ്ങോട്ട് അല്ല, ഇങ്ങോട്ടാണ് -93. അടിക്കല്ലേ ഞാൻ വെറും പാവമാണ്. അതുകൊണ്ട് അതിനിടയ്ക്കുള്ള ഈ സ്കെലിറ്റൻ കൂടക്കള എനിക്കിത് വേണം. ഹാപ്പി ഗാസ്റ്റിനെ കിട്ടി. ഹാപ്പി ഗാസ്റ്റ് അല്ല, ഡ്രൈഡ് ഗാസ്റ്റ്. ഇറങ്ങിപ്പോടാ. എൻ്റെ ബാക്കിൽ ഞാൻ കുറേ പേര്. OP അർമറൊക്കെ കിട്ടി, പക്ഷേ സോൾ സ്പീഡ് ഇല്ലായിരുന്നു. അയ്യോ -3 കരിഞ്ഞു പോയ. മഴ കുറഞ്ഞ തീർന്നു തോന്നുന്നു. നിനക്ക് എവിടേക്ക് നീ ഏതൊരു കോപ്പറന്മാരൊക്കെ കിട്ടുന്നു. ഇതെന്തോ സോൾ ടാങ്ക് കിടക്കുമ്പോൾ ഇതിനകത്ത് കിടക്കുമ്പോൾ കുഴപ്പമില്ല. എന്തുവാ ഇതിൽ സംഭവിച്ചത്? ഇതൂരിപ്പോൾ നടന്നു. അമ്മ അമ്പിട്ട് കളിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ്. -93 ഇങ്ങോട്ടാണോ? ഇങ്ങോട്ട് -93. ഇങ്ങോട്ടാ -93. -93 പൂജ്യം അങ്ങോട്ടാ. 0 അങ്ങോട്ട്. പൂജ്യം അങ്ങോട്ടാണോ? ചേട്ടാ ഇനിയിപ്പോൾ ഇങ്ങോട്ട് നടക്കണമല്ലോ. അടിക്കാറേ കളവന്മാരൊക്കെ എന്നിട്ട് നോക്കിയിടാം. ഇതിനിപ്പോൾ എന്ന് കണ്ടുപിടിക്കാനാ? ഭാഷ്യനാണോ? അല്ല, ഭാഷ്യം കണ്ടുപിടിച്ചാൽ അതിനെക്കാട്ടിന്നല്ലേ. ഇത്രയും ഗോൾഡ് ഫ്രീ ആയിട്ടിട്ടു. എന്തൊരു കഷ്ടപ്പെട്ടാടാ ഇത്. ഇത് എനിക്ക് കയറാൻ പറ്റാത്ത. -93 പൂജ്യം ഇനി അങ്ങോട്ട് പോകണമല്ലേ.
നമ്മുടെ നെവപ്പോട്ടിൽ എവിടെ? എല്ലാം കളഞ്ഞു പോയില്ല. പൂജ്യം കരിഞ്ഞു പോയേ. ഇവർക്ക് ഇങ്ങനെ നോക്കിയിടാം. പൂജ്യം കരിഞ്ഞു പോയി അറിയാതെ ഞാൻ. പൂജ്യം -93 ഇങ്ങോട്ട് ഇവിടെ പൂജ്യം 90 പൂജ്യം ഇങ്ങോട്ട് ഇനി അങ്ങോട്ട് ഈ ഒരു വരി 93 ഈ നടക്കണമല്ലോ. 93 94 ഇത് 93. ഇവർക്ക് ഇന്നത്തെ നോക്കിയിടാടി കൊല്ലുന്നതിന് പോവാന്ന്. ഇതൊക്കെ കഷ്ടം ഇവന്മാരൊക്കെ ഉണ്ട്. ചേടാ കഷ്ടപ്പെട്ട ലാഭി കയറിയിരിക്കുന്നുണ്ട്. ഒരു ഹെഡ് ഫുഡെല്ലാം തീരും. ശരാ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. I am dead. Bye bye. ഗോൾഡ് ആർമർ ഉണ്ടാക്കി കൊണ്ടുപോകാം. എന്നാലേ ഇനിയിപ്പോൾ നടക്കത്തുള്ളൂ. വല്ലത് ഇതാണ് സൗണ്ട്. ഫുഡ് ഉണ്ടാക്കട്ടെ. അല്ല അതിങ്ങനെ ഇതങ്ങോട്ട് സ്മെൽറ്റ് ചെയ്ത് ഗോൾഡ് ആർമർ അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. നീ അപ്പം കുറച്ച് നേരം എടുക്കും. ഗോൾഡ് ആർമർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. എന്തായാലും ആ ഗോൾഡ് സ്മെൽറ്റ് ആവട്ടെ. എൻ്റെ കയ്യിലൂടെ തന്നെ ഇരുന്ന് എല്ലാം ഇതിനകത്തോട്ട് തട്ടാം. പിന്നെ അടിക്ക് പറക്കി വെച്ചോളാം. നമുക്ക് ഇനിയിപ്പം മേലോട്ട് പോയിട്ട് ഉറങ്ങിയിട്ട് നമുക്ക് പോവാം. ജസ്റ്റ് ചെറിയ നോയ്സ് സുത്താൻ എൻ്റെ അനിയൻ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ സൗണ്ടാ. അയ്യോ ആർമർ ഫുള്ളും പൊളിയാറായി. അൺബ്രേക്കിങ്ങൊക്കെ ആഡ് ചെയ്തല്ല. എൻ്റെ ഗോൾഡ് ആർമർ ഇപ്പോൾ വേണമെങ്കിൽ പൊട്ടും. എന്തായാലും ഇനി ഞാനൊരു അസറ്റും കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനി പോയി SP ഉണ്ടാക്കിയിട്ട് എൻ്റെ മെൻറ്റിങ് ഉണ്ട് എൻ്റെ ആർമറി. അതുകൊണ്ട് മെൻറ്റിങ് ഇരട്ടെ. എൻ്റെ ആർമർ പൊട്ടാ. ചേടാ ഇത് കഷ്ടമാണ്. ടോട്ടലൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
എൻ്റെ പോർട്ടലിരിക്കുന്നത് 8:37:3 പോർട്ടലിരിക്കുന്ന ഇതിനകത്ത് തിരിച്ചൊന്ന് കയറാനൊക്കെ ഉള്ളതാണ്. കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചത്താൽ മതി. കീപ്പിന് പറ്റി ഓണം. ഒരഴിയും കിട്ടി. -93. ഇപ്പോൾ നിങ്ങളും കണ്ടുപിടിക്കണമല്ലേ. അപ്പുറത്തെ കരയിൽ അതിമേ -0 കണ്ടുപിടിക്കട്ടെ. ലാവ. അയ്യോ, ഫുഡ് എടുത്തില്ല, മറന്നു. ഫുഡ് ഇവിടെ ഇങ്ങനെ ആളെ ഒപ്പിക്കാൻ പറ്റും. സ്കെലിറ്റൻ ഉമ്മാരെ ഡ്രോപ്പ് ചെയ്യില്ല. ഫുഡ് മക്കളെ ഇങ്ങോട്ടോ. ഫുഡിനാ നിങ്ങൾ ഒന്നും വിചാരിക്കല്ലേ. ആണ് സോറി. നിങ്ങളെ സോറി പറഞ്ഞിട്ട് വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ ദുഷ്ടന്മാർ. നെതറിപ്പോയ ഫുഡില്ലെങ്കിൽ ഇങ്ങനെ കൊല്ലണം. കുട്ടിയുടെ കൊച്ചപ്പ് കിട്ടും. ഞാൻ ചത്ത്. ഡെഡ്. മനസ്സിൽ പൂജയൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. ഈ വരി കൂടെയൊക്കെ ഞാൻ പോയ. ചാട് പോ. ശരി, പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ ഏറ്റ സ്ഥലം ഇങ്ങനെ പോയപ്പം എന്തിൻ്റെ കഷ്ടം. -93 ഇവിടെ 93. ഇത് ബ്ലോക്ക് 93. വീടുകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് 0. എന്തോ എന്തായാലും ഈ ജോലിയെല്ലാം ഞാൻ ചെയ്തിട്ടിങ്ങൾ. അങ്ങനെ അവസാനം ഞാൻ പോർട്ടൽ ചെയ്ത് എത്തിയിരിക്കുന്നു. ഇനി ഏറ്റവും അവസാനം നമ്മളെത്തിയിരിക്കുന്നു. കഷ്ടപ്പാട്. അവരെന്താ ഇടയ്ക്ക് വെച്ച് അടിക്കാൻ വന്നതിന് കേട്ടെ. എൻ്റെ ഹെൽമെറ്റ് പൊട്ടിപ്പോയി, മറ്റേ ഗോൾഡ്. അതുകൊണ്ടാണ് അവന്മാരടിക്കാൻ വന്നത്. ഇപ്പം ഇവിടെ ഞാൻ പോർട്ടൽ വെച്ച് ഇതാണ്ടിരിക്കുന്നത് എൻ്റെ ട്രേഡിംഗ് ഹാൾ ഇതാണ്. ഇനി എനിക്കൊരു ഫോർട്രസ് കണ്ടുപിടിക്കണം. ഇതാണ് എൻ്റെ ട്രേഡിംഗ് ഹാള്. ടോർച്ച് പൊട്ടിച്ച് ഇനി എനിക്ക് പോയി ഒരു ഫോർട്രസ് കണ്ടുപിടിച്ച് എൻട്രയാനെ കൊന്നിട്ട് വേണം. അയൺ ഫാം വെള്ളത്തിലാണ്, അങ്ങോട്ട് മുമ്പിലാണ്. ഇതാണ് എൻ്റെ വില്ലേജർ ബ്രീഡർ ഇന്നലെ ഉണ്ടാക്കിയത്. അത് വില്ലേജർ വന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് ബ്രേക്കായിപ്പോയെന്നു. ഇപ്പോൾ ഒന്നും വരുന്നില്ല. ഒരു വില്ലേജർ പോലും വന്നില്ല. വെച്ച വില്ലേജറിനെയൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ നിന്ന് കുറേ അധികം വില്ലേജറിനെ ബോട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. എന്തൊരു കഷ്ടപ്പാടായിരുന്നു. ഞാൻ വില്ലേജർ വരാത്ത എൻ്റെ പ്രോബ്ലമാണ്. ആർക്കൊക്കെ
ഇവർക്ക് എൻ്റെ പിള്ളേരുണ്ടാകത്ത് അവരെ പിടിച്ച് നല്ലക്കണം. എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നെതറിൽ കയറി. നെതറിൽ നല്ലൊരു ഇതാണ് കണ്ടത്. തുടക്കം ഐശ്വര്യം. ഇനി നമുക്ക് വീട്ടിൽ പോകാനായിട്ട് എന്തോ ഒരു സൗണ്ട് കിട്ടില്ല, ആർക്കറിയാം. എവിടെയാണ് എൻ്റെ പോട്ടലി ഒരു കൂടെ തിരിച്ചു പോവാ. ഇങ്ങോട്ടല്ല, ഇതിന് അങ്ങോട്ട്. ആരാണ്ട് വെള്ളം കുടിക്കണോ? ഇതെന്താ എവിടെയാണ് എൻ്റെ പോട്ടലി? മറന്നു അതുകൊണ്ടിരിക്കുന്നു. കാരണം ചുറ്റി കറങ്ങി ഞാൻ പോട്ടലി എവിടെയാന്ന് പറഞ്ഞു. ഓടിപ്പോയി നമ്മുടെ പോട്ടലിൻ്റെ അടുത്തോട്ട് എത്തണം. ടോട്ടലി -8 ഇതാണ്. സ്പിയറിൽ 5 എൻവയൺമെൻ്റ് ഉണ്ട്. അയ്യോ ഓടിക്കുന്നു. അങ്ങനെ ഇതുകൊണ്ടായിട്ടാണ് ഞാൻ മറന്നിരിക്കുന്നത്. എനിക്ക് പെട്ടെന്നായിട്ട് എത്തില്ല. അതുകൊണ്ടിരിക്കുന്നു എൻ്റെ ബോട്ടിൽ ഇത്രയ്ക്ക് അടുത്താണോ? നല്ല അടുത്തായിരുന്നു, വെറുതെ ഞാൻ ചുറ്റി. എന്ത് സംഭവിച്ച? ഇനി നമുക്ക് പോയില്ല, അതിന് ഞാൻ എടുത്തോണ്ട് വരാം. ഇതിന് പണ്ടൊക്കെ ചിമ്മിനിയൊക്കെ ഉണ്ട്. ഇത് സെത്താണ്, നമ്മുടെ വീട്ടിൽ സെത്താണ്. ഇതിനെ മുട്ടയിട്ട കോഴി, 2 കോഴി ഉണ്ടല്ലോ. എന്നിട്ട് ഒരു മുട്ടയിടുന്നതിന് ഇത്ര ഇതിൽ എല്ലാം സ്മെൽറ്റ് ആയതിന് ഒന്ന് ഇത് 2 എണ്ണം കൂടെ ഒന്ന് സ്മെൽറ്റ് ആകും. എന്നിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഇനി കുറച്ച് ജീവികളെ നമുക്ക് കൊല്ലണം. എന്തായാലും കേട്ടെ, എൻ്റെ ആർമറൊക്കെ പൊട്ടാറായി. ഇപ്പം പൊട്ടും, എപ്പോൾ ആണെങ്കിലും പൊട്ടും. ഒരു മോവ് ഫാർം ഉണ്ടാകണം. അതിന് ഒരു മോവ് സ്പോണ്ടർ കണ്ടുപിടിക്കണം. സ്പോണ്ടർ ഇല്ലെങ്കിൽ മോവ് ഫാം ഉണ്ടാക്കാം. നമുക്ക് ഫ്യൂച്ചർ ജോലി. എന്നാലും കുറച്ച് ജീവികളെ നമുക്ക് കൊല്ലാം. അതുകൊണ്ട് പുതിയ അപ്ഡേറ്റ് വന്ന പുതിയ ഡ്രോപ്പ് ആകില്ല. പാവത്തിന് വെറുതെ ഉണ്ട്. ഇനി കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് SP ആയോ. ഇതിൻ്റെ SP ഒക്കെയാണ് വേണ്ടത്. ഇതിൻ്റെ ഫുഡ് എനിക്ക് ആവശ്യമുണ്ട്. XP എവിടെ പോയി? ഇവിടിങ്ങനോട്ടൊരു കവ് ഉണ്ടായിരുന്നല്ലോ, അത് പേടിച്ച് ഓടി. അതുകൊണ്ടിരിക്കുന്നു. നീ എത്ര ഓടിയാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കൂടി. ഒരു കുതിരയെ നമുക്കൊന്ന് ടൈം ചെയ്യണം. നമ്മൾ ഇതുണ്ടാക്കിയല്ലേ, മറ്റേ നമുക്ക് ഇതിനെ വെള്ളത്തിൽ ഇടാം, നമ്മുടെ പുൽക്കരയിടാം. ഇതും കൊണ്ട് നമുക്ക് കൊല്ലാം മറ്റേ ഈ ജീവി. ഒറ്റൊരടി ചത്ത്. എൻ്റെ SP കിട്ടിയില്ല, ഇല്ലെന്ന് തോന്നുന്നു. കൈയിരിക്കുന്നുണ്ട് ഈ കുന്തവും പിടിച്ചോണ്ട് സൽമാൻ ഓടുന്നു. അയ്യോ, കുന്തത്തിൻ്റെ ഭംഗി നോക്കി ഇല്ല. ഇപ്പം ചത്തേനെ. എനിക്ക് ഒരു ഹാപ്പി കാസ്റ്റ് മതി.
ഒരു ആപ്പി കാസ്റ്റിന് മാത്രമേ ഇപ്പോൾ വെള്ളത്തിലിടാന്നുള്ളൂ. ബാക്കി ഉള്ള ആപ്പി കാസ്റ്റൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കാം. ഒരു ആപ്പി കാസ്റ്റ് വിരിയണമെങ്കിൽ 20 മിനിറ്റ് വേണം. മുട്ട നമുക്കാദ്യം ഈ ആപ്പി കാസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് മുട്ട ഇരിക്കാം. ഇപ്പോൾ ഒരു കാര്യം നടന്നു. ഇങ്ങോട്ട് ഞാൻ ഓടി വന്നപ്പോൾ ഒരു കോഴി മുട്ടയിട്ട് കറക്റ്റ് മുട്ടയിട്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു. അപ്പോൾ 3 മുട്ടയായി. നിങ്ങളെ ഞാൻ വെക്കില്ലാത്തതുകൊണ്ട് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. 3 മുട്ടയും പൊട്ടി, ഒന്നും കിട്ടിയില്ല. അടുത്ത മുട്ടയ്ക്ക് വല്ലതും കിട്ടണം. നിങ്ങളെന്താ മുട്ടയിടും, പക്ഷെ കോഴികളൊന്നും വിരിയുന്നില്ല. നിങ്ങൾ മുട്ടയിടും, നല്ല വൃത്തിക്ക് മുട്ടയിടും. മുട്ട കിട്ടിയതെല്ലാം പൊളിക്കും. നിങ്ങൾ ഗുഡിയോ ബേബി. നമുക്ക് ഇതൊന്നും കാണാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് മേപ്പോട്ട് പോവാം. എല്ലാം കരിഞ്ഞെന്ന് ഉണക്കരിഞ്ഞാ. ഇനി തുടങ്ങുന്ന വെള്ളിയാഴ്ച നമുക്കിനി മേളോട്ട് കയറിയിട്ട് ഒരു പോട്രസ് കണ്ടുപിടിക്കാം. 26 മിനിറ്റായി. നമുക്കിനി ഒരു പോട്രസ് കണ്ടുപിടിക്കണം. പോട്രസ് കണ്ടുപിടിക്കാൻ പോവുകയാണ് ഇന്നത്തെ യാത്രയിൽ. എനിക്ക് യാത്രയിൽ ഇല്ലാതെടുത്തില്ല. അല്ല, പോട്രസ് അല്ലല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. XP കിട്ടണം. നമുക്ക് പോയി ഹെൽമെറ്റ് എടുക്കാം. ഇതെന്താ കത്താതെ കത്തണ്ട? മഴ പെയ്യുന്നുണ്ടായിരിക്കും. നീയൊന്നും കത്തുന്നില്ല. മഴയത്ത് ഫയർ വർക്കാവത്തില്ലെന്ന്. ഫുഡ് വെട്ടിക്കകത്ത് ഈ കത്താത്ത ഫുഡൊക്കെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതും കൊണ്ടുപോയി നമുക്ക് പുജൂരെണ്ണം എടുക്കണം. ഏറ്റവുമാർ എപ്പോൾ ആണെങ്കിലും അടി കൊടുക്കണം. അതാ നമുക്കൊരു ഫോട്രസ് കണ്ടുപിടിക്കണം. ഫോട്രസിന് ഇനി എത്ര ദൂരം പോകണമെന്ന് ആർക്കറിയാം. അല്ല, നിങ്ങൾ നമ്മളാൾ തന്നെ, ഞാൻ നിങ്ങളെ ആൾ തന്നെ. ഇതുപോലെ കണ്ണ് വെളുത്തിരിക്കുകയാണോ? അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ഒന്ന് നോക്കാമോ? എല്ലാം തിരിഞ്ഞു നിൽക്കുന്നത്. കണ്ണ് വെളുത്തിരിക്കുക. നമുക്ക് ഫോട്രസ് കണ്ടുപിടിക്കാം. ഫോട്രസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ അങ്ങ് ഇങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോവാം. പിഗ്ലിംഗ് ബ്രൂട്ട് വന്നല്ലോ. ഇങ്ങോട്ടല്ല, അതിൽക്കൂടെ കറങ്ങിപ്പോ. അതുകൊണ്ട് പുറക്കളാ. ഇവരുകൾ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. വല്ല ഫോട്രസും കാണും. ഫോട്രസ് 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 അയ്യോ ഫോട്രസ് അയ്യോ ഫോട്രസ് നല്ല ലാഗ് കേട്ടോ. നല്ല ലാഗ് എന്ന് വെച്ചാൽ നല്ല ലാഗ്. ഫോട്രസ് 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 വാർപ്പിഡ് ഫോറസ്റ്റ്. എൻ്റെ ബോട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനെ കുറച്ച് എൻഡർമാനെയും കൂടെ അങ്ങ് തട്ടാം. പിന്നെ മണ്ടയ്ക്കോട്ടാ വാർപ്പിഡ് ഫോറസ്റ്റ്. പിന്നെ എൻഡർമാനെ തട്ടച്ച് നിങ്ങളുടെ ഹെൽപ്പാ.
പിന്നെ നിൽക്കുന്ന ഫോറസ്റ്റ് ഒരടിയിൽ നിന്നാൽ മതി എനിക്ക്. അതുപോലെ ഞാൻ തിരിച്ചു ഒരു അടി എടുത്തു. കയറി ആ ഫോർട്രസ് അല്ല എൻ്റർവൺ. ഇതിൻ്റെ ഉണ്ടാക്കിയാൽ ഒരു ഫോർട്രസും കാണുമോ? സെറ്റായിരിക്കും. ഈ വുഡും എനിക്ക് ഇച്ചിരി വേണമായിരുന്നു. മേളോട്ട് കയറാൻ കഴിയുന്നില്ല. എന്തൊരു കഷ്ടമാണ്. മേളോട്ട് കയറിയിരിക്കുന്നു. ഇനി നമുക്ക് ഒരു ഫോർട്രസ് ഓഫ് അന്വേഷണം തുടങ്ങാം. വാർപ്പിഡ് ഫോറസ്റ്റ് ഇത്രയേ ഉള്ള. വാർപ്പിഡ് ഫോറസ്റ്റ് ഉണ്ട്. വാർപ്പിഡ് ഫോറസ്റ്റ് അവിടെ ആളെ ഇരിക്കട്ടെ. നമുക്കിനി ഫോർട്രസ് വെക്കാം. അതേ ആശിച്ച് നമുക്ക് കുക്കിയുടെ ഫുഡും തിന്നിട്ട് ഇപ്പം ചത്ത തന്നെ നേരെ വരാവിലോട്ട്. ഇതില്ല, പുതിയ അപ്ഡേറ്റ് വന്ന ജീവിയല്ലേ ചെറുത്. എൻ്റെ ചെറുതാണോന്ന്. ഒന്ന് പേടിച്ച് പയത്തിന്. നിങ്ങൾ റെക്കോർഡായില്ലെന്ന് തോന്നുന്നു. റെക്കോർഡിങ് നിർത്തി. നിങ്ങൾ എന്നെ ചാവന്നെ കാണണ്ടാന്ന് പറഞ്ഞു. പുതിയ അപ്ഡേറ്റ് അല്ലയോ എന്ന് പറഞ്ഞ് കണ്ണ് ചാടിയില്ല. ഞാൻ എൻ്റെ മണ്ടയ്ക്ക് കയറി ഈ ഫോർട്രസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ വരുന്നത്. അങ്ങനെ ആയിട്ടുള്ള സെത്തിയിരിക്കുന്നു. ഇതാണ്ട് മറ്റേ ഈ സംഭവം എനിക്ക് വേണമായിരുന്നു. എന്നിട്ട് ഒരു ചെമ്പട് എനിക്ക് വേണം. എന്നിട്ട് ഇതും വേണം. സോൾ സാൻഡ് ഇത് നട്ടുപിടിപ്പിക്കുക. സോൾ സാൻഡില്ലല്ലോ ഇത്, സോൾ സോയില്. ഞാൻ ഇതൊക്കെ എൻ്റെ എൻ്റെ സ്റ്റോൺ സോഡൊന്നും വേണ്ടായിരിക്കും. എൻ്റെ ഡയമണ്ട് സോഡൊക്കെ ഉണ്ട്. ഇനി മേപ്പോട്ട് കയറണമല്ലോ. അതെങ്ങനെ കയറി. എല്ലാം എനിക്ക് വേണം. എനിക്കെല്ലാം കിട്ടിയിരിക്കുന്നു. നമുക്ക് ഇതിവിടെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നാമത് ഈ ഡാർക്ക് പോയാൽ മണ്ണിൻ്റെ കൂടെ ഈ വെട്ടം. നിനക്കെന്താ, നീ എന്നെ തന്നെ കാത്തിരിക്കുകയാണോ? ഇല്ലേ, എന്നെ തന്നെ കാത്തിരിക്കുന്നു അവിടെ നോക്കുമ്പോൾ. അയ്യോ, നമുക്ക് ഈ ഒരു കൂടി ഇങ്ങോട്ട് ഓടാം. ഇതെന്തു ഞാൻ ഇത്ര സ്ലോ? ബോൺ ബ്ലോക്ക് ഇവിടേക്ക് വന്ന് സ്പോണായ ഫോർട്രസിൻ്റെ അകത്ത്. ഒരു വെതർ സ്കെലിറ്റൻ്റെ ഷെഡും കിട്ടിയിട്ടില്ല. 1 എത്ത് 2 എത്ത് 3 എത്ത് ചത്തില്ലേ അവന്. ഓടിക്കോ അവിടെ പൂടെ കളിത്തനെ. എന്തൊരു കഷ്ടം ഇവന്മാരെ കൊണ്ട്. പിന്നെ രണ്ടടിക്ക് എല്ലാവരെയും കൊടുത്തു. പിന്നെ ഇതിനകത്ത് ഞാൻ എന്താ എനിക്ക് ബൂസ്റ്റ് ആക്കണ്ടേ. എന്നെ ബൂസ്റ്റ് ചെയ്യുന്നു. ബൂസ്റ്റ് ഒളിക്സും അല്ല, വെറും ബൂസ്റ്റ്. പിന്നെ ഇങ്ങോട്ട് നമുക്ക് ഓടിയില്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഇവിടെ വെറും കാലിടുന്നു. വെപ്പിൻ്റെനൊക്കെ ഇടിക്കുന്നു. അയ്യോ, എപ്പോഴാ ഇത് കുടിഞ്ഞിട്ടത്.
കൂടെ ആരാണ് അടിക്കുന്നത് ഇവിടെ? ഇടിഞ്ഞാണ് അടിക്കുന്നത്. ഒന്നും കാണാൻ പറ്റുന്നില്ല. കൂടെ ഇന്ന് 32ാമത്തെ ദിവസമാണ് മൈൻഡാക്കി. സ്പോണ്ടർ കണ്ടെത്തി. ആദ്യമേ ഇവിടെയായിട്ട് ഇത് കെട്ടി ഇടയ്ക്ക്, എന്നിട്ട് ഇവിടെ ഇങ്ങനെയായിട്ടും കൂടെ അടയ്ക്കാം. സ്പോണാവും കളത്തിൽ കാണാൻ പോലെ അല്ല ഇതില് സ്പോണ്ടർ കിട്ടിയ ലാസ്റ്റ്. ഇതിങ്ങനെയായിട്ട് സ്പൂണൊന്നും നടക്കുന്നില്ല കേട്ടോ. എത്ര ഇത് കിട്ടി? 23 എനിക്ക് ടെൻഡർ ചെസ്റ്റും കൂടെ ഉണ്ടാക്കണം. അതിനും കൂടെ ഇത് കളക്ട് ചെയ്ത് ഇനി നമുക്ക് പോവാം. അടുത്ത എപ്പിസോഡിൽ തുടങ്ങാൻ. ഇനിയിപ്പോൾ ഇത്രയും എപ്പിസോഡും ചെയ്ത് ഇത്രയും സമയം എടുക്കും. ഇനിയിപ്പോൾ കുറേ നേരം എടുക്കും. നിൻ്റെയൊക്കെ കൈ കൊണ്ട് ചാവൂന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഓടിയേ ചാവൂടാ, ഓടിയേ ചാവും. എന്നെ കൊണ്ടൊക്കെ പോയിട്ട് ഇവിടെയായിട്ട് മറ്റേ ഗാസ്റ്റ് ആണല്ലോ, അതുകൊണ്ടിരിക്കും ഡ്രൈഡ് ഗാസ്റ്റ്. അതര ഫ്ലോർ വമ്പൻ കഥ. എന്തോടുത്ത് കളയും എന്നോടത്ത് കളയുന്നില്ല. പിന്നെ വല്ലത് അങ്ങനെ പിന്നെ ഒരു ഗ്യാസിനെ അടിച്ചിട്ട് നാശം കൂടെ വാ ഇങ്ങോട്ട്. എന്താ നീ ഗാസ്റ്റ് അടിയിടാ. ഗാസ്റ്റ് മാഞ്ഞും പോയി നാശം. സ്റ്റാർട്ടറിൻ്റെ കുഞ്ഞ് എടാ പൊന്ന് വിഷമിച്ചിക്കണ്ട. എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഇത് കുടകളാ. എനിക്കിന്നെ ഇഷ്ടമല്ല. രണ്ടുപേരും കൂടെ വേണ്ട ഇവിടെ ഇരിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടില്ല. ഉറങ്ങി വിഷമിച്ചിരിക്കുന്നു കിടന്നു. ഇനിയിപ്പം എന്നാൽ പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ നമുക്ക് ചാച്ചാ ബൈ ബൈ. ഗാസ് ഇവിടെ കൂടെ ഗാസ് ഇതെന്താ ചാവാത്തി ചാവറി ബോളറിഞ്ഞ് എന്നെ കൊല്ലൂടി. ഈശേ എൻ്റെ പിക്സലിൽ കൊണ്ടിട്ട് പോയി. ഹിറ്റ് ബോക്സ് കയറുന്നത് അതിൻ്റെ. എനിക്ക് അടിച്ചു കൊല്ലാം, പക്ഷെ ഞാൻ ഈ ബോളിട്ട് കൊല്ലാൻ നോക്കുക. ഹിറ്റ് ബോക്സ് കയറി ബോൾ കൊണ്ടുകൊണ്ട് പോയടേ. മാറിക്കൊടുക്കാറേ കഷ്ടമുണ്ട്. എനിക്ക് മ്യൂസിക് ഡിസ്ക് വേണോ അങ്ങനെ. മ്യൂസിക് ഡിസ്ക് കിട്ടിയില്ല. എൻ്റെ മ്യൂസിക് ഡിസ്ക് മതി. എനിക്ക് മറ്റേ എന്തോ കളയും അന്നത്തെ റാക്ക് നിങ്ങൾക്കും. എന്നിട്ട് നമ്മുടെ അടുത്ത് ഒറ്റൊരു ചാട്ടം. ഓക്കെ, എന്നാൽ പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെതർ കിട്ടുന്ന എല്ലാം കയറ്റി ഇനി നമുക്ക് എൻട്രപ്പോൾ ഞാൻ പിന്നെ ഒപ്പിച്ച് വയ്ക്കാം. എന്നാൽ പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്ര സ്പീഡ് പറയാൻ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സമയമില്ല. ഇന്നത്തെ എപ്പിസോഡ് ഇനി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാൻ. ടാറ്റാ ബൈ ബൈ.